ഇന്ന് ഞങ്ങളുടെ കൂട്ടുപ്രവർത്തകനായ സുശീൽ കുമാർ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കടന്നുപോയി. വളരെ ദുഃഖകരമായ അന്തരീക്ഷം. അദ്ദേഹം ബോധരഹിതനായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. അവിടെ നിന്ന് ഞങ്ങൾ ചെന്നതിന് ശേഷം തിരിച്ചെത്തി. തൻ്റെ മകൻ കിടന്നുറങ്ങിയ ആ കട്ടിൽ കണ്ടു. അതിന് തൊട്ടടുത്ത് ഒരു വീടെന്നൊന്നും പറയുവാൻ കഴിയാത്ത ഒരു സ്ട്രക്ചറുണ്ട്. അവിടെ കൈയൊടിച്ച് മുളയിൽ ഒരു മുളം കമ്പ് ആ സ്ട്രക്ചറിൽ മുകളിൽ കെട്ടിയിരുന്നതിൽ തൂക്കി ഇട്ടിരുന്ന രീതിയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. 2 പെൺകുട്ടികളും വളരെ ഭയപ്പാടോടെയാണ്. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെയും കൊല്ലും, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. അവർക്ക് താമസിക്കുവാൻ ഒരു ഭവനം ഇല്ല. ഇരുണ്ട 2 മുറികൾ. അതിൽ ഇവരെല്ലാവരും ഇപ്പോഴുള്ള തന്നെ കൊന്ന് കെട്ടിത്തൂക്കിയ സ്ഥലമുണ്ട്. അത് ഒരു വീടെന്നൊന്നും പറയാൻ കഴിയില്ല. ഏറ്റവും കൂടിയാൽ കന്നുകാലികളെ കെട്ടാം. അതിനെയാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതരായി അവിടെ ജീവിപ്പാൻ കർത്താവ് അവസരങ്ങൾ നൽകട്ടെ. അവർക്ക് ഒരു ചെറിയ ഭവനം ഉണ്ടാകട്ടെ. ഈ ഫോട്ടോയിൽ പുറകിൽ കാണുന്ന ആ ഇഷ്ടിക സ്ട്രക്ചറാണ് വീട് എന്ന് പറയുവാൻ പറ്റുന്ന സ്ഥലം. അവിടെയല്ല അവർ താമസിക്കുന്നത്. അവരുടെ ചേട്ടനും കുടുംബവും ഒക്കെ താമസിക്കുന്ന ഇവിടെ നിന്ന് അല്പം ദൂരെ ഉള്ള ഒരു ഭവനം. അവിടെയാണ് അവർ ഇപ്പോൾ 2 മുറികൾ മാത്രം ഉപയോഗിക്കുന്നത്. അവർക്ക് ഒരു ഭവനം ദൈവം അനുവദിച്ചാൽ ഉണ്ടാകേണ്ടത് ഈ ഇഷ്ടിക സ്ട്രക്ചർ കാണുന്നതാണ്. തൻ്റെ ഭാര്യ പറഞ്ഞു, എന്തു വന്നാലും കുച്ച് ഭി ഹോ ഹം യേശു മസീഹ് കോ നഹീ ഛോഡേംഗെ. അവരൊക്കെ 1ാം തലമുറ വിശ്വാസികളാണ്. അവർ വിശ്വാസത്തിൽ വന്നപ്പോൾ അവർക്കെതിരെ കാര്യമായ ബുദ്ധിമുട്ടുകൾ ഗ്രാമത്തിൽ നിന്നും ഉണ്ടായി. എന്നാൽ അവർ നിലനിന്നു. താൻ കർത്താവിൻ്റെ വേല ആരംഭിച്ചിട്ട് അധികം നാളുകളായിട്ടില്ല. നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ആ ഗ്രാമത്തിൽ അല്ല, അല്പം ദൂരെയുള്ള സ്ഥലത്താണ് താൻ ആരാധന നടത്തുന്നത്. ഇങ്ങനെയൊരു കാര്യം അവർ ചിന്തിച്ചിരുന്നില്ല. ചില എതിർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ താണ ജാതിക്കാരാണ്. ഞങ്ങൾ തൻ്റെ ഭവനത്തിൽ കടന്നു പോയപ്പോൾ അതിനോട് ചേർന്ന് അതിനു മുൻപിൽ ഒരല്പം 100 മീറ്റർ പോലുമില്ല, 50 മീറ്ററോ മറ്റോ ദൂരത്തിലുള്ള വീട്ടിലെ 2 പേരെ അവർ ഉയർന്ന ജാതിയിലുള്ളവർ, അവരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചത് തന്നെ നമ്മുടെ സഹോദരങ്ങൾ പലയിടത്തു നിന്നും പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയൊക്കെ ചെയ്തു. പലരും വിളിച്ചു. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക, സമാധാനം അവർക്ക് ലഭിക്കട്ടെ. വളരെ ഭയപ്പാടോടെ ആ കുഞ്ഞുങ്ങൾ പെൺകുട്ടികളായിരിക്കുന്നു. സുരക്ഷിതരായി അവർക്ക് ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ ദൈവം അത് നമ്മളിലൂടെയൊക്കെ അത് അവർക്ക് നൽകട്ടെ. ആ കുഞ്ഞുങ്ങൾ ഇൻ്റർമീഡിയറ്റ് 7ാം ക്ലാസ് പഠിക്കുന്ന 2 പെൺകുട്ടികൾ, അവരുടെ പഠനം ഒക്കെ നടക്കട്ടെ. അവർ സമാധാനത്തോടെ പ്രത്യാശയോടെ കർത്താവിൻ്റെ വേല ചെയ്യട്ടെ. നമ്മളവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ വചനങ്ങളൊക്കെ പറഞ്ഞു. അവിടെ കടന്നുപോയത് അവർക്ക് വലിയൊരു ആശ്വാസമായി. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം അല്ല എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തലുകളും ഒക്കെ ഒറ്റപ്പെട്ട സംഭവമല്ല. എത്ര ഭാഗ്യമാണ് നമ്മുടെയൊക്കെ നാട്ടിൽ സുവിശേഷം കൊണ്ടുവന്നത്. നമുക്ക് എത്ര വലിയ ഭാഗ്യമാണ് അതിലൂടെ ലഭിച്ചത്. നമുക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കുവാനൊക്കെയുള്ള അവസരം നൽകിയത് സുവിശേഷമാണ്. എന്നാൽ ഇവിടെ പലയിടത്തും
ഉച്ചനീചത്വം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, അവർക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു താഴ്ന്ന ജാതിക്കാരൻ ഒന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് അവനെ തല്ലുക, കൈയൊടിക്കുക, കാലൊടിക്കുക, കൊല്ലുക. എല്ലായിടത്തും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ്. അവരോട് എതിർക്കുവാൻ, അവരിൽ ഒരാളോട് എതിർക്കുവാൻ ഇവരിൽ 100 പേർക്കും ഉള്ള മാനസികമായ ധൈര്യം ഇല്ല. സുവിശേഷം എത്തണം, സുവിശേഷം ധാരാളം എത്തണം. അത് നമ്മളെ ശക്തരാക്കും, അകത്തും പുറത്തുമൊക്കെ, ആത്മാവിലും ശരീരത്തിലുമൊക്കെ എല്ലാ തരത്തിലുമുള്ള അന്ധകാരം മാറും, പ്രകാശം വരും. അനേകം സുവിശേഷം ധാരാളമായി എത്തണം. നമ്മുടെ വിശ്വാസികളെ, മുൻപോട്ട് വരുന്നവരെ ശക്തരാക്കണം. ഇതൊക്കെ നമ്മുടെ വലിയ ഉത്തരവാദിത്തങ്ങളാണ്. അത് ചെയ്യുവാൻ നമുക്കൊരുമിച്ച് ചിന്തിക്കണം, പ്രവർത്തിക്കണം. ഇതൊക്കെ ഒരു വാർത്തയായി തള്ളിക്കളയാതെ നമുക്കൊക്കെ എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കണം. അങ്ങനെ ഒരു ഭവനത്തിലേക്ക് കടന്നു പോവുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമായിട്ട് നടക്കേണ്ട ഒരു കാര്യമല്ല. എന്നാൽ നമ്മൾ പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അവിടെ കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ്. പോകേണ്ട അത്യാവശ്യമുണ്ട്. നമ്മുടെ 2-3 ഹിന്ദി സഹോദരങ്ങളൊത്താണ് അവിടേക്ക് പോയത്. ദൈവം അവിടെ പോകുവാൻ സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ആ ഭാഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ബൈജു ഐസക് അവിടെ കടന്നുപോയി. അവർക്ക് പ്രാർത്ഥിച്ചു. അതൊക്കെ വലിയ ആശ്വാസമാണ്. പ്രാർത്ഥിക്കുക, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അന്ധകാരം മാറട്ടെ, പ്രകാശം വരട്ടെ. ഈ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കുക, അവരെ മനസ്സിൽ വഹിക്കുക. അങ്ങനെയുള്ളവരെ മനസ്സിൽ വഹിക്കുക. എങ്ങനെ എന്തൊക്കെ തരത്തിൽ നമുക്ക് കാര്യങ്ങളിൽ പങ്കാളികളാകാം, ഇരുട്ട് മാറുവാൻ നമ്മൾക്കെങ്ങനെയാണ് അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് എന്നത് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കാം. God bless you.